ഹത്രാസിലെ വൻ ദുരന്തത്തിനു പിന്നാലെയാണ് രാജ്യമാകെ അയാളെക്കുറിച്ച് ആദ്യമായി കേട്ടത്. ഭോലെ ബാബ. ഇന്നലെ വരെ ഉത്തർപ്രദേശിൽ മാത്രം പരിചിതമായിരുന്ന പേര്. ലക്ഷങ്ങളുടെ ആരാധനാമൂർത്തി. ആരാണി ഭോലെ ബാബ? 120-ലധികം പേരുടെ ജീവനെടുക്കാൻ കാരണമായ ദുരന്തത്തിലേക്ക് വഴിവെച്ച സിദ്ധൻ. നാരായണ സാക്കർ വിശ്വഹരി അഥവാ ഭോലെ ബാബ. പ്രപഞ്ച ശക്തിയിൽ നിന്നും നേരിട്ട് പ്രചോദനം കിട്ടിയ സ്വയം പ്രഖ്യാപിത ആൾദൈവമാണത്രേ. ഇന്ന് അയാൾ ലക്ഷക്കണക്കിന് അനുയായികളുള്ള, ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള, അയൽ സംസ്ഥാനങ്ങളിൽ പോലും ശക്തമായ സ്വാധീനമുള്ള പ്രബലനാണ്. ഫേസ്ബുക്കിൽ പോലും 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഭോലെ ബാബയ്ക്ക്. ബാബയുടെ പരിപാടികളിൽ രാഷ്ട്രീയ ഭേദമന്യേ MLA-മാരുടെയും MP-മാരുടെയും നിറസാന്നിധ്യമാണ്. ഇതൊക്കെ അയാൾ എങ്ങനെ നേടി? ഉത്തരം കിട്ടാത്ത ചോദ്യം. ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കുന്ന പ്രാദേശിക വിവരമനുസരിച്ച് ഈ ഭോലെ ബാബയുടെ ജന്മദേശം കാസാഗഞ്ച ജില്ലയിലെ പട്യാലി പ്രദേശത്തുള്ള ബഹാദൂർ നഗരി ഗ്രാമമാണ്. ഇന്നലെ ദുരന്തമുണ്ടായ ഹത്രാസിൽ നിന്നും വെറും 65 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. കാർഷിക കുടുംബമായിരുന്നു ഇയാളുടേത്. ദളിത് കുടുംബത്തിലെ 3 മക്കളിൽ രണ്ടാമത്തെ ആളാണ്. യഥാർത്ഥ പേര് സൂരജ് പാൽ സിംഗ്. 1990-കൾ വരെ 10 വർഷക്കാലം ഇയാൾ പോലീസ് കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്നു. ആഗ്രയിൽ ജോലി ചെയ്യുമ്പോൾ രാജിവെച്ചെന്നാണ് വിവരം. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലായിരുന്നു ജോലിയെന്നും പ്രചാരണമുണ്ട്. എന്തായാലും പോലീസുകാരനായി തുടരുന്നതിനിടെ സൂരജിന് ദൈവവിളി ഉണ്ടായെന്നും ആത്മീയ പാതയിലേക്ക് സ്വയം സമർപ്പിച്ചെന്നുമാണ് അനുയായികളുടെ വാദം. ലൗകിക ജീവിതമേ വിട എന്നൊന്നും പറഞ്ഞല്ല സൂരജ് ഭോലെ ബാബയായത്. അതുകൊണ്ട് തന്നെ കാഷായം തിരഞ്ഞെടുക്കാനോ തലമുണ്ടനം ചെയ്യാനോ ഒന്നും പോയില്ല. വെള്ളക്കുർത്തയും പൈജാമയുമായി പിന്നീട് അങ്ങോട്ട് സ്ഥിരം വേഷം. ആത്മീയ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ഭാര്യ പ്രേംപാട്ടിയെയും ഒപ്പം കൂട്ടി. ഈ ദമ്പതികൾക്ക് മക്കളില്ല. സൂരജ് ഭോലെ ബാബ ആയതോടെ അനുയായികൾക്ക് പ്രേംപാട്ടി മാതാശ്രീയുമായി. 30 ഏക്കർ സ്ഥലത്ത് ഒരാശ്രമമൊക്കെ പണിയുകയാണ് പിന്നെ ഭോലെ ബാബ ചെയ്തത്. അവിടേക്ക് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയായി ഭക്തരുടെ ഒഴുക്കായി. പിന്നെ ഇങ്ങനെ എത്തുന്നവർക്കായി താമസ സൗകര്യവും ആശ്രമത്തിനുണ്ടായിരുന്നു. ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 5 വർഷം കഴിഞ്ഞപ്പോൾ ഭോലെ ബാബയെ കാണാതായി. രാജസ്ഥാനിലാണ് താമസവും ആത്മീയ പ്രഭാഷണവും എന്നാണ് പിന്നെ നാട്ടുകാർക്ക് ലഭിച്ച വിവരം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2023-ലാണ് പിന്നെ ഭോലെ ബാബ ഉത്തർപ്രദേശിൽ തിരിച്ചെത്തിയത്. ആശ്രമവും സ്ഥലവും ഒക്കെ പിന്നാലെ ഒരു ട്രസ്റ്റിന്റെ പേരിലാക്കി. ദിവസവും ബാബയെ കാണാനെത്തുന്നത് 12,000-ലധികം ആളുകളാണ്. സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോടെയാണ് ബാബയുടെ സഞ്ചാരം. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് 50 പേരിലധികം ഒന്നിച്ചുകൂടാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നപ്പോഴും ബാബയുടെ പരിപാടികൾ നടന്നിരുന്നുവെന്നും 5000-ഓളം പേർ പങ്കെടുത്തിരുന്നുവെന്നും വിവരമുണ്ട്. UP-യിലെ ഗ്രാമീണ മേഖലകളിലെ ദരിദ്രരായ സ്ത്രീകളാണ് ബാബയുടെ അനുയായികളിൽ ഭൂരിപക്ഷവും. ഇന്നലത്തെ ദുരന്തത്തിൽ മരിച്ചവരിൽ ഏറെ പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നത് ഇതിന്റെ തെളിവാണ്. എങ്ങനെയാണ് 58-കാരനായ ഭോലെ ബാബ ഇത്രയധികം സ്വാധീനമുള്ള വ്യക്തിയായതെന്ന് ആർക്കും അറിയില്ല. ഹത്രാസിലെ ദുരന്തത്തിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പോലും ആ പരിപാടിയുടെ സംഘാടകർക്കെതിരെയാണ്. അതിലൊന്നും ഭോലെ ബാബയില്ല. എന്തായാലും ദുരന്തമുണ്ടായതിനു പിന്നാലെ ഈ ആൾദൈവം മുങ്ങി. ബീഹാറിലേക്ക് കടന്നെന്നൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഉത്തർപ്രദേശിൽ മുങ്ങിയ ഭോലെ ബാബ എവിടെ പൊങ്ങുമെന്ന് കാത്തിരുന്നു കാണാം.